ഇപ്പോൾ റൈനോപ്ലാസ്റ്റി സർജറി പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിന്റെ ഷേപ്പ് മാറ്റുന്ന സർജറിയാണ്. നമ്മുടെ മലബാർ റീജിയനിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിഫോർമിറ്റിയാണ് നേസൽ ഹംപ്. ഹംപ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും മൂക്ക് സൈഡ് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊരു പ്രൊജക്ഷൻ പോലെ ഉണ്ടാവും. ഹംപ് കൊണ്ട് രണ്ട് പ്രോബ്ലംസ്. ഒന്നാമത് മൂക്ക് കുറച്ച് വലുതായ പോലെ തോന്നും. സെക്കൻഡ്ലി ഹംപ് ഉള്ളതുകൊണ്ട് നമ്മുടെ മൂക്ക് കുറച്ചൊന്ന് ടിപ്പ് കുറച്ച് ഡ്രൂപ്പി ടിപ്പ് എന്ന് പറയും. അത് ഹംപ് ഉള്ളതുകൊണ്ട് പലരുടെ ഫേസിന് ഒരു ചേരാത്ത മൂക്കായി മാറും അല്ലെ. അത് ഭയങ്കര കോമൺ ആണ്, ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള സർജറിയാണ് റൈനോപ്ലാസ്റ്റി സർജറി, അതായത് മൂക്കിന് ഷേപ്പ് മാറ്റുന്ന സർജറി. അപ്പോൾ ആ റൈനോപ്ലാസ്റ്റി സർജറി നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഹംപ് റിഡക്ഷൻ. ഹംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ എല്ലിന്റെ പ്രൊജക്ഷൻ കൊണ്ട് ഹംപ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ കാർട്ടിലേജ്, നമ്മൾ മൂക്കിന്റെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഭാഗം, ഇതാണ് കാർട്ടിലേജ് എന്ന് പറയാം. കാർട്ടിലേജിന് അവർ പ്രൊജക്ഷൻ കൊണ്ട് ഹംപ് ഉണ്ടാകാം. മോസ്റ്റ് ഓഫ് ടൈം അത് രണ്ടിനെയും കൂടെ കോമ്പിനേഷൻ കാരണമാണ് ഈ ഹംപ് ഉണ്ടാകുന്നത്. അതായത് ബോൺ പ്ലസ് കാർട്ടിലേജിന് അതുകൊണ്ട് ഹംപ് ഉണ്ടാകുന്നത്. ഇങ്ങനത്തെ കേസും റൈനോപ്ലാസ്റ്റി സർജറി ചെയ്തിട്ട് നമ്മൾ ആ ഹംപ് കുറച്ച് പിന്നെ ആളുടെ ഫേസിന് ചേരുന്നൊരു മൂക്കാക്കി ഒരു ഫ്ലാറ്റ് മൂക്കാക്കി മാറ്റി കൊടുക്കുക ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്ന ഹംപ് റിഡക്ഷൻ സർജറി.